തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇതുവരെയുള്ള നടപടികൾ, അതായത് ടോട്ടൽ പോൾ ചെയ്ത വോട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും അവർ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ഗുരുതരമായ സംശയം. അത് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ വേണ്ടി നിരന്തരം കോടതിയിൽ ഇത്തരത്തിൽ പരിഹാസ്യമായ വാദങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയാണെന്നുള്ള ഒരു സംശയം നമുക്ക് വരുമ്പോൾ ജൂൺ 4 വരാൻ പോകുന്ന ഔട്ട്കമ്മിനെ കുറിച്ച് എനിക്ക് സീരിയസ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ട്. വളരെ ഗുരുതരമായൊരു പ്രശ്നം ഇന്നലെ സുപ്രീം കോടതിയിലുണ്ടായി. സുപ്രീം കോടതി ഈ പറയുന്ന മുഴുവൻ പോൾ ചെയ്ത വോട്ടുകളുടെ കണക്ക് പുറത്തുവിടണം എന്നൊരു ഹർജിയുണ്ട്. അത് പുറത്തുവിടുന്നില്ല. എത്ര വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ എത്ര പേർ വോട്ട് ചെയ്തിട്ടുണ്ട് എണ്ണമാണ്, നോട്ട് പെർസെൻറ്റേജ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ എത്ര പേർ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കണക്ക് ഇതുവരെയും ഒരു ഫേസിലെയും ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. പെർസെൻറ്റേജ് മാത്രം വിടും. ഇപ്പം 100ൻ്റെ 67%, 80ൻ്റെ 67% വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ മൊത്തം രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ 100 പേരാണോ 80 പേരാണോ എന്നുള്ളതാണ് ഈ പെർസെൻറ്റേജിനെ സ്വാധീനിക്കുക. അപ്പോൾ അതെന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നൊരു ക്വസ്റ്റിന് ഇന്നലെ രേഖാമൂലം കോടതിയിൽ, സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് ഫോം 17 എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതായത് ജനപ്രാതിനിധ്യ നിയമത്തിൽ പ്രകാരമുള്ളൊരു സാധനമാണ് ഫോം 17. ഫോം 17-ൽ ടോട്ടൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ, ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം എന്നിവ രേഖപ്പെടുത്തണം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രേഖപ്പെടുത്തണം. അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. അപ്പോൾ അതിന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത മറുപടി വളരെ രസകരമാണ്. അതായത് അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ പിന്നീട് അത് മോർഫ് ചെയ്ത് തെറ്റായി പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നുണ്ട്. ഒന്നും ഓർത്തു നോക്കുക. അതായത് ഇപ്പോൾ നിഷാദ് പറഞ്ഞ പോലെ ക്രിക്കറ്റുകളുടെ ഉദാഹരണം എടുക്കുക. 2 ടീമുകൾ തമ്മിൽ കളിക്കുകയാണ്. അതിൽ കൃത്യമായ റൺസ് എഴുതുന്ന ആളുണ്ട്, അവർ റൺസ് രേഖപ്പെടുന്ന ആളുകൾ. അപ്പോൾ ഈ റൺസ് വലിയൊരു ബോർഡിൽ പ്രസിദ്ധീകരിച്ചാൽ കളിക്കുന്ന ടീമുകൾക്കും കാണികൾക്കും മനസ്സിലാവുമല്ലോ എത്ര റൺസ് എടുത്തു, എത്ര വിക്കറ്റ് ഉണ്ട്, ഇനി എത്ര ബോളുണ്ട്, എത്ര ബോളിൽ എത്ര റൺസ് എടുത്താൽ ജയിക്കാൻ പറ്റും, ആൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അമ്പയർ പറയുകയാണ് അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ആരെങ്കിലും പോയി അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആളെ കുഴപ്പമാവും, മൊത്തം പ്രശ്നമാവും. അത് ഈ അമ്പയർ എന്ന നിലയ്ക്ക് എൻ്റെ തന്നെ വിശ്വാസ്യത ബാധിക്കുമെന്ന് പറയുകയാണ്. ഇത്ര പരിഹാസ്യമായൊരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും അവർ ഔദ്യോഗികമായ കോടതിയിലോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. വിശ്വാസ്യത എന്നുള്ള വാക്ക് പറഞ്ഞാൽ വേറെ കോമഡി അല്ല, വിശ്വാസ്യത പോട്ടെ, ഈ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ. അതായത് ഈ കണക്ക് പുറത്തു വിട്ട് കഴിഞ്ഞാൽ അത് തെറ്റായി വക്രീകരിച്ച് ചിലർ പ്രചരിപ്പിക്കും, അത് ഞങ്ങളുടെ വിശ്വാസ്യത ബാധിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലുള്ളതാണല്ലോ ഒതൻറ്റിക് കണക്ക്. അവിടെ കയറി അത് ഹാക്ക് ചെയ്തിട്ട് ആർക്കും തിരുത്താൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വേറെങ്കിലും അത് മോർഫ് ചെയ്ത് മാറ്റി തെറ്റായ കണക്ക് പ്രചരിപ്പിക്കുന്നത് അത് വേറെ കാര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുന്നത് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനാണ്. അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ പ്രശ്നമാണ് എന്ന് പറയാൻ മാത്രം, അത്രയും ദുർബലമായ വാദം കോടതിയിൽ പറയാൻ മാത്രം നിസ്സഹായ അവസ്ഥയിലാണ്. അങ്ങനെ തന്നെ പറയണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ ഈ ജൂൺ 4 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം പലരും പല രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. മോദിക്കെതിരെ ഭയങ്കര വികാരമുണ്ട്, അവിടെ UP-യിലൊക്കെ വോട്ട് മറയുന്നു, അത് പറയുന്നു. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇതുവരെയുള്ള നടപടികൾ, അതായത് ടോട്ടൽ പോൾ ചെയ്ത വോട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും അവർ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ഗുരുതരമായ സംശയം. അത് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ വേണ്ടി നിരന്തരം കോടതിയിൽ ഇത്തരത്തിൽ പരിഹാസ്യമായ വാദങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയാണെന്നുള്ള ഒരു സംശയം നമുക്ക് വരുമ്പോൾ ജൂൺ 4 വരാൻ പോകുന്ന ഔട്ട്കമ്മിനെ കുറിച്ച് എനിക്ക് സീരിയസ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ട്.